എന്തുകൊണ്ട് ഈ പാണ്ഡവൻ പാറയിൽ നിന്ന് ഉള്ള ഭക്തർ ആദ്യമായി തീർത്ഥാടനത്തിലെത്തി എന്നുള്ള അതിന് അനുബന്ധമായ ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. അത് തപോഗിരിയുടെ അല്ലെങ്കിൽ തപോഗിരി ഭഗവാൻ തപസ് ചെയ്ത സ്ഥലമാണെന്ന് തെളിയിക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് ചരിത്രം നമ്മളൊന്ന് പരിശോധിക്കേണ്ടിയുണ്ട്. ഇതുണ്ട്. ഇപ്പോൾ നമ്മൾ ഭഗവാന്റെ തപസ്സിനെക്കുറിച്ച് പറയുമ്പോൾ ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അന്നത്തെ ശിഷ്യ പരമ്പരകളോട് പറഞ്ഞിട്ടുണ്ട്, തപോഗിരിയിൽ നിന്ന് ഞാൻ തപസ് പൂർത്തിയാക്കി 1090 കൊല്ലവർഷം 1090 വൃശ്ചിക 1 തപസ് പൂർത്തിയാക്കി ഞാൻ മല വിട്ടിറങ്ങി, അല്ലെങ്കിൽ തപസ് പൂർത്തിയാക്കി ഞാൻ ഈ ആത്മബോധോദയം എന്ന കർമ്മപദ്ധതിയുമായിട്ട് ലോകരക്ഷാർത്ഥം ഞാൻ ഇറങ്ങി തിരിച്ചു എന്ന് ഭഗവാൻ പല സന്ദർഭങ്ങളിലായിട്ട് ശിഷ്യഗണങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തപോഗിരി എവിടെയാണ്? തപസ് ചെയ്ത സ്ഥലം എവിടെയാണ്? എവിടെയാണ് ഭഗവാന്റെ ഈ തപസ്സിൻ്റെ അവസാന കാലം കഴിച്ചു കൂട്ടിയത്? അല്ലെങ്കിൽ അവസാന കാലത്തെ ഏകാഗ്രമായി അവസാനം ഭഗവാൻ തന്നെ രേഖപ്പെടുത്തിയതനുസരിച്ച് അവസാനം 2 വർഷവും 11 മാസവും 22 ദിവസവും ആണ് അവസാന കാലഘട്ടത്തിലെ ഏറ്റവും തീവ്രമായിട്ടുള്ള ആ തപശ്ചര്യ എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ സ്ഥലം എവിടെ എന്നുള്ളതിനെ സംബന്ധിച്ച് ഭക്തസമൂഹത്തിന് വലിയ നിശ്ചയമുണ്ടായിരുന്നില്ല. എന്നാൽ അതിനെ സംബന്ധിച്ച് ധാരാളം കഥകളും പലരുടെ അനുഭവത്തിൽ നിന്ന് അവരുടെ ചില വിവരണങ്ങളുമൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും കൃത്യമായി ഇന്ന സ്ഥലത്താണ് ഭഗവാൻ അവസാന തപസ് പൂർത്തീകരിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ച് അന്നത്തെ ശിഷ്യന്മാർക്ക് നല്ല നിശ്ചയമുണ്ടായിരുന്നില്ല. 1125 കർക്കിടകം 13 ഭഗവാൻ സമാധിയായി. അപ്പോൾ തപസ് പൂർത്തീകരിച്ചത് ഇവിടെയാണ്, കരിന്തിരിവിയോട് ചേർന്നുള്ള പ്രദേശത്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു ധാരണയുണ്ട് അന്നത്തെ ആളുകൾക്ക്. ഞാൻ കുറച്ച് പഴയ ആളുകളുടെ കാര്യം പറഞ്ഞിരുന്നല്ലോ. പക്ഷെ കൃത്യമായി ഇവിടെയാണ് എന്നുള്ളത് അറിയാമായിരുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. അപ്പം അന്ന് ചെങ്ങന്നൂരിൽ ഭഗവാന്റെ ബന്ധത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു അനന്തരവനായിരുന്നു ശുഭാനന്ദമൂർത്തി പാദരെന്ന് പിന്നീട് അറിയപ്പെട്ട അദ്ദേഹത്തിൻ്റെ പൂർവാശ്രമത്തിലെ പേര് എനിക്ക് തോന്നുന്നത് ശലോമോൻ എന്നാണ് എൻ്റെ ഓർമ്മ. ഞാനത് കൃത്യമായിട്ട് പിന്നെ റെഫർ ചെയ്തിട്ട് പറയാം. അദ്ദേഹത്തിന് ചില സിദ്ധികളുണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം, ഭഗവാന്റെ ഒരു വളരെ ഏറ്റവും വാത്സല്യനിധിയായിട്ടുള്ള ഒരു അനന്തരവനായിരുന്നു അദ്ദേഹം. പണ്ട് ഈ ബ്രിട്ടീഷ് പട്ടാളത്തിൽ, ബ്രിട്ടീഷ് മിലിറ്ററിയിൽ സായിപ്പിൻ്റെ ബട്ട്ലറായിരുന്നു. അപ്പോൾ ഇംഗ്ലീഷൊക്കെ നന്നായിട്ട് പറയും. ഞാനിവിടെ നമ്മുടെ ചെറുപ്പത്തിലൊക്കെ ഇവിടെ വരുമ്പോൾ അദ്ദേഹം ഇവിടെ വരുമ്പോഴത്തേക്കിന് നല്ല ഇംഗ്ലീഷ് ഫ്ലുവൻ്റായിട്ട് ഇംഗ്ലീഷൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അന്ന് അതുപോലെ തന്നെ ഏതോ തന്നെ ഒരു കണ്ണ് നഷ്ടപ്പെട്ടിരുന്നു അവിടെ മിലിറ്ററിക്ക് വെച്ച്. ഇങ്ങനെ എന്തോ സംഭവമാണ്, ഒരു കണ്ണേ ഉള്ളൂ. പുള്ളിക്ക് വലിയ അത്ഭുത സിദ്ധികളുണ്ടായിരുന്നു. ഭഗവാന്റെ ഒരു ബന്ധം മാത്രമല്ല, ഭഗവാന്റെ ഒരു വലിയ ഒരു അനുഗ്രഹം, ഒരു കരുതൽ അദ്ദേഹത്തെ സംബന്ധിച്ചുണ്ടായിരുന്നു. ആ കരുതൽ കൊണ്ടാവാം പലപ്പോഴും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പലപ്പോഴും സത്യമായിട്ട് ഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ധാരാളം അനുഭവസ്ഥരുണ്ട്. അപ്പം അന്ന് അദ്ദേഹത്തിന് ഭഗവാന് തുല്യമായിട്ട് തന്നെ പലരും കണ്ടവരുമുണ്ട്. കാരണം അത് ഈ ചില ആളുകൾ എന്ന് പറയുമ്പോൾ അവരുടെ പ്രയാസങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കിന് അതിന് കൃത്യമായിട്ട് പരിഹാരം പറയുകയും അത് ഇന്ന രീതിയിൽ അത് തീരും എന്ന് പറയാൻ ഒരു ആജ്ഞാശക്തി, അങ്ങനെയുള്ള ഒരു പ്രത്യേക വ്യക്തിത്വമായിരുന്നു അദ്ദേഹം 1953 അതായത് അന്ന് ഇവിടെ നമ്മുടെ ഈ ഞങ്ങളുടെ അച്ഛൻ ആദ്യമൊക്കെ ഇതിന് പടിഞ്ഞാറ് വശത്തായിട്ടൊരു പിന്നെ വീട്ടിലാണെന്ന് താമസിക്കുന്നത്. പഴയൊരു വീടെന്നൊന്നും പറയാൻ പറ്റില്ല. അന്നത്തെ ഒരു അന്ന് ശുഭാനന്ദമൂർത്തി പാദർ വരുന്നു. അന്ന് രാത്രിയിലാണ്
പെട്ടെന്ന് അദ്ദേഹത്തിനൊരു പിന്നെ വലിയ ഒരു ഭാവമാറ്റം ഉണ്ടായി. അച്ഛനെ വിളിച്ചു. മറ്റ് പറഞ്ഞു, അദ്ദേഹം ആദ്യം വരുന്നതാണ് ഹൈറേഞ്ചിലേക്ക്. ഇന്ന സ്ഥലങ്ങൾ, ഈ ലക്ഷ്യം ഓരോ ഇതിന് മുകളിൽ മലയ്ക്കപ്പുറം ചെറിയൊരു അരുവി കാണുന്നില്ല, അതിനപ്പുറത്ത് ഇന്ന മലയുണ്ട്, അവിടുത്തെ ലക്ഷണങ്ങളെല്ലാം പറഞ്ഞിട്ട് ഭഗവാൻ തപസ് ചെയ്ത സ്ഥലമാണ്, നമുക്കവിടേക്ക് പോകണം എന്ന് പറഞ്ഞു. 1953 3 വർഷങ്ങൾക്ക് ശേഷം. അപ്പം ഈ സമയം തന്നെ പിന്നെ സമാധി സന്നിധാനത്ത് ഭഗവാന്റെ സമാധിക്ക് ശേഷം 41 ദിവസത്തിന് ശേഷം ശക്തന്തിരി പെരുമരഭക്തൻ എന്ന് പറയുന്ന ശക്തന്തിരിമനിൽ കൂടി ഭഗവാൻ പ്രത്യക്ഷമാകുന്നു. ചരിത്രം നമുക്ക് അറിയാം. അത് കഴിഞ്ഞ് 6 മാസത്തിന് ശേഷം സമാധിക്ക് ശേഷം മരണം വെച്ചാണ് പിന്നെ മഠാധിപതിയായിട്ടുള്ളത്. ഇടയ്ക്ക് 1-2 പ്രാവശ്യം അവിടെ വന്നിരുന്നെങ്കിലും ഔദ്യോഗിക സംഘത്തിൻ്റെ സംവിധാനങ്ങളുമായിട്ട് ഒരു തരത്തിലും ബന്ധപ്പെടാതെയുള്ള ഒരു ആത്മീയ പ്രവർത്തനമായിരുന്നു ശുഭാനന്ദമൂർത്തി പാദരുടെ. പുള്ളി അന്ന് അംഗീകരിച്ചിരുന്ന ആരും അങ്ങനെ അംഗീകരിച്ചിരുന്നില്ല, സംഘം അംഗീകരിച്ചിരുന്നില്ല. നിന്ദിച്ചിരുന്നെങ്കിൽ പോലും അവിടെ വന്നു കഴിഞ്ഞാൽ ഭഗവാന്റെ ആ ഒരു പിന്നെ അനന്തരവൻ എന്നുള്ള ആ ഒരു സ്നേഹം കാണിച്ചിരുന്നെങ്കിൽ പോലും സംഘമായിട്ട് ബന്ധപ്പെടുത്തി ആരും അദ്ദേഹത്തെ ആ രീതിയിലുള്ളൊരു അംഗീകാരം നൽകി. അപ്പോൾ അദ്ദേഹം കൂടുതലും, ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ ഒരു ധാര പറഞ്ഞിരുന്നുണ്ടോ, ചെങ്ങന്നൂരുമായിട്ട് ബന്ധപ്പെട്ട് അവരുമായിട്ട് ചേർന്നാണ് പ്രവർത്തിച്ചിരുന്നത്. അങ്ങനെയാണ് 53 ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ രാത്രിയിൽ പിന്നെ ഇവിടെ താമസമുണ്ട്, ഇവിടെ തപസ് ചെയ്ത സ്ഥലമാണെന്ന് അറിയിക്കുക. അങ്ങനെ പിറ്റേ ദിവസം നമ്മുടെ അടുത്തുള്ള നമ്മുടെ കല്ലുവെട്ടാങ്കുടിയിൽ നാരായണൻ സ്വാമിയൊന്നുമല്ല, നമ്മുടെ പിന്നെ കഷായം സ്വീകരിച്ചിരുന്നില്ല, അവിടെ പോയി പിന്നെ ആ സ്ഥലമൊക്കെ കണ്ട് കഴിഞ്ഞ് പിന്നെ എല്ലാം കഴിഞ്ഞ് ഒരു തിരിതെളിയിക്കാൻ പറഞ്ഞു. അച്ഛനോട് പറഞ്ഞ് ആദ്യം ഇവിടെ തിരിതെളിയിക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു പാറയുടെ അടിയിൽ, നമ്മളിപ്പോൾ ആ തപൂരിലെ ശ്രീകോലിൻ്റെ അവിടെ ഇല്ല, അവിടെ നിന്ന് കുറച്ച് താഴെയായിട്ട് നമ്മളെ ഇപ്പോൾ പുന്നമരം ഉണ്ടല്ലോ, ഇപ്പോൾ പുന്നമരത്തിൻ്റെ ഇടതുവശത്തെയായിട്ട് ഒരു പാറ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ അല്പം നീണ്ട് അടിയിൽ ഇങ്ങനെ ഒരു വിളക്ക് വെക്കാൻ പാകത്തിൽ ഉള്ള ഒരു സൗകര്യമുള്ളൊരു പാറയുണ്ടായിരുന്നു. അവിടെ വിളക്ക് വെച്ച് തിരി വെച്ച് പ്രാർത്ഥന നടത്തി. അപ്പോൾ മുകളിലൊരു പാറയൊക്കെ ഉണ്ടായിരുന്നു, അത് പിന്നീട് പൊട്ടിച്ച് കളഞ്ഞു കേട്ടോ. നമ്മുടെ ഈ വകതിരിവില്ലാത്ത കുറച്ച് ആളുകൾ ചെയ്ത കുഴപ്പമാണ്. പണ്ട് ഏറ്റവും നമ്മുടെ നവഗിരി ശ്രീകോലിരിക്കുന്നതിൻ്റെ ഇടതുവശത്ത് വലിയ ഉയർന്നു നിൽക്കുന്ന ഒരു പാറയായിരുന്നു. ഭഗവാൻ അവിടെ ധ്യാനനിരതനായിട്ടിരുന്നു എന്നൊക്കെയാണ് നമ്മുടെ പണ്ടത്തെ ആളുകളൊക്കെ പറയുന്നത്. പക്ഷേ അത് ചരിത്രം പോലും മാപ്പ് നൽകാത്ത വലിയൊരു അപരാധമായിപ്പോയി അതൊക്കെ പൊട്ടിച്ച് കളഞ്ഞത്. അപ്പം അങ്ങനെയാണ് 1953 തപോഗിരി, അതായത് ഭഗവാൻ തപസ് ചെയ്ത സ്ഥലം ഇതാണ് എന്ന് നമ്മുടെ ലോകർ അറിയുന്നത്. അപ്പോൾ ഒരു പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന ഒരു ആത്മീയ തലത്തിനപ്പുറം ഭഗവാന്റെ വലിയൊരു വാത്സല്യ നിധി കൂടിയായിരുന്നു ഈ ശുഭാനന്ദമൂർത്തി പാദർ. അങ്ങനെ ഒരു പക്ഷേ അദ്ദേഹത്തോട് പിന്നെ ഇതിനുള്ള വ്യക്തമായ സൂചനകൾ ഒരുപക്ഷെ നൽകിയിരുന്നു എന്നുള്ള കാര്യം ഒരുപക്ഷെ അങ്ങനെയും ആലോചിക്കാം. ഞാൻ അങ്ങനെയും കരുതുന്നുണ്ട്. പിന്നെ ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം പുള്ളി ഇത്ര കൃത്യമായിട്ട് പറഞ്ഞത്. അല്ലെങ്കിൽ ഒരു ഭഗവാന്റെ ആ ഒരു ദർശനം തന്നെ ആയിരിക്കാം, ഭഗവാൻ അദ്ദേഹത്തിൽ കൂടിയൊരു ദർശനം നൽകിയതായിരിക്കാം എന്ന്. എന്തായാലും 1953 അവിടെയാണ് ഭഗവാൻ തപസ് ചെയ്തത് എന്നുള്ളത് നമ്മുടെ ഭക്തസമൂഹം ആ രീതിയിൽ ആ സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് അവിടെ നമ്മൾ ഒരു പുണ്യസ്ഥലമായിട്ട് കരുതി പിന്നീട് പോകുന്നു. അപ്പോൾ നമുക്ക് ആ സ്ഥലം നമ്മുടെ അല്ല. അപ്പോൾ ആ കാലം ആകുമ്പോഴത്തേക്കിന് അത് വേറൊരു ഈ 2ാം ഡിവിഷനിലുള്ള ഒരു തമിഴ്നാട്ടിൽ നിന്ന് വന്ന് ജോലിക്ക് വന്ന ഒരാൾ ആ വസ്തു കൈവശപ്പെടുത്തിയിരുന്നു. 3.5 ഏക്കറോളം കൈവശപ്പെടുത്തിയിരുന്നു. അപ്പം ഇടയ്ക്ക് അതിന് പട്ടയമൊന്നുമില്ല, കൈവശം. അങ്ങനെ അന്നത്തെ ആളുകൾക്കെല്ലാം ഇവിടെ ഭൂമി കൈവശമാണ്. 63, 67 കാലഘട്ടത്തിലാണ് പട്ടയമൊക്കെ ഇവിടെ കൊടുക്കുന്നത്. അവിടെ എങ്കിലും ആഴ്ചകളിൽ പിന്നെ ഇടയ്ക്ക് പോയി അവിടെ വിളക്ക് കത്തിക്കുകയൊക്കെ പോകും. അപ്പോൾ ഇതറിഞ്ഞ് നമ്മുടെ ഈ പിന്നെ ഇയാൾ ഈ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഈ പിന്നെ ആൾ വിലക്കുകയും അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ആ സ്ഥലം വാങ്ങിക്കാൻ തീരുമാനിച്ചു.
അങ്ങനെ സ്ഥലം വാങ്ങിക്കാൻ തീരുമാനിച്ചപ്പോഴത്തെ അന്നത്തെ അതിനുള്ള സാമ്പത്തിക സൗകര്യമൊന്നുമില്ല. അങ്ങനെ 57-ലാണ് ആ സ്ഥലം നമ്മൾ വാങ്ങിക്കുന്നത്. അന്ന് വാങ്ങിക്കുന്നതെന്ന് പറഞ്ഞാൽ കുട്ടമ്പേരിൽ പേമണ്ണത്ത് കുഞ്ഞപ്പൻ നാരായണൻ എന്നറിയപ്പെടുന്ന ജോൺ, കുട്ടമ്പേരി ജോൺ എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ ഈ കുട്ടമ്പേരി ജോൺ 2ാം ഡിവിഷനിലാണ് പുള്ളി എസ്റ്റേറ്റ് ജോലി ചെയ്തിരുന്നത്, ചിന്ത്ര എസ്റ്റേറ്റിൽ. പുള്ളി കണക്ക് തീർക്കാൻ തീരുമാനിച്ചു സംഘം. അപ്പോൾ പുള്ളി പറഞ്ഞ് കണക്ക് തീർക്കാം, അതിൻ്റെ ഒരു പോർഷൻ കൊണ്ട് നമുക്ക് ആ വസ്തു വാങ്ങിക്കാം. അന്ന് കണക്ക് തീർത്തിട്ട് അന്ന് കണക്ക് തീർക്കുക എന്ന് പറഞ്ഞാൽ അറിയാവോ? നമ്മളത് എസ്റ്റേറ്റ് ഭാഷയാണ് കണക്ക് തീർക്കുക എന്ന് പറയുന്നത്. നമ്മൾ പെൻഷൻ വോളണ്ടറി റിട്ടയർമെൻറ്റ് എന്നൊക്കെ എന്ന് പറയും. അതാണ് അന്ന് കണക്ക് തീർക്കുക. അത് എസ്റ്റേറ്റിൽ ജോലി ഇടയ്ക്ക് വെച്ച് മതിയാക്കി ശേഷിച്ച ആനുകൂല്യങ്ങളൊക്കെ പറ്റി പോരുന്നതിനാണ് അന്ന് കണക്ക് തീർക്കുക എന്നാണ് പറയുന്നത്. അന്ന് വരെയുള്ള ജോലിയുടെ കണക്കുകളെല്ലാം തീർത്ത് ആനുകൂല്യങ്ങൾ പറ്റി പോരുന്നതിനാണ്. ഇപ്പോൾ നമ്മൾ വോളണ്ടറി റിട്ടയർമെൻറ്റ് എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ കണക്ക് തീർത്ത് അതിൻ്റെ തുകയും വാങ്ങിക്കൊണ്ടാണ് ഈ വസ്തു വാങ്ങുന്നത്. പിന്നെ അദ്ദേഹത്തിന് അതുമായിട്ട് ബന്ധപ്പെട്ട അന്നത്തെ ഭക്തന്മാരെല്ലാം കൂടെ അതിന് തുല്യമായിട്ടുള്ള തുക കൊടുക്കുകയും അങ്ങനെ അതുമായിട്ട് വസ്തുവായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്നും നമ്മുടെ ഇപ്പം പ്രസക്തമല്ല. അങ്ങനെ 57-ലാണ് നമുക്ക് ഈ വസ്തു സ്വന്തമാകുന്നത്. അതിനുശേഷമാണ് പിന്നെ അവിടെ ഒരു പുല്ല് കൊണ്ടുള്ള ചെറിയൊരു ഷെഡ് കെട്ടുകയും അവിടെ ആരാധന തുടങ്ങുകയൊക്കെ ചെയ്തത്. അപ്പം പിന്നെ അങ്ങനെ ആരാധന ഒക്കെ നടന്നു വരികയും നാട്ടുപുറങ്ങളിൽ നിന്നൊക്കെ പലപ്പോഴായിട്ട് ആളുകൾ അവിടെ വരെ തപോഗിരിയിൽ വരാറുണ്ട്. വന്ന് ആരാധനയിലൊക്കെ പങ്കെടുത്ത മുകളിൽ ഏറ്റവും ഉയർന്ന പാറയിലുമൊക്കെ കയറി നിന്ന് ഭഗവാൻ തപസ് ചെയ്ത സ്ഥലമാണല്ലോ എന്നൊക്കെയുള്ള ഒരു വലിയ സന്തോഷത്തിലും ഒരു മാനസികമായിട്ടുള്ള വലിയൊരു അതിന് പറയുന്ന ഒരു പിന്നെ സംതൃപ്തിയിലുമൊക്കെ അവിടെ വന്ന് ഒരു സായുജ്യം അടഞ്ഞു പോകുമായിരുന്നു. അപ്പം ഈ ചെങ്ങന്നൂരിൽ നിന്നുള്ള ആളുകൾ വരാൻ കാരണം, തീർത്ഥാടനത്തിൽ വരാൻ കാരണം, അതാ നമ്മൾ പറഞ്ഞു വന്നത്, ഈ ശുഭാനന്ദമൂർത്തി ഫാദർ ഈ തപോഗിരി തെളിയിച്ച കാലം തൊട്ട് അവർക്കിവിടെ കൂടുതൽ വരാനുള്ള കൂടുതൽ ഒരു ഉൾപ്രേരണ അവർക്കുണ്ടായി. തന്നെയല്ല, ആ ഒരു സ്വാതന്ത്ര്യത്തിൽ അവരാണ് ആദ്യകാലങ്ങളിൽ കൂടുതലായിട്ട് ചെങ്ങന്നൂരിൽ നിന്നുള്ള ആളുകളാണ് കൂടുതലായിട്ട് വന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയേണ്ട, ഇടയ്ക്ക് ഒരു അഖിലേന്ത്യാ ആത്മബോധോദയ സംഘം എന്നും പറഞ്ഞ് അവിടെ ചെങ്ങന്നൂർ കേന്ദ്രീകരിച്ച് രൂപപ്പെടുകയും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തകരായിരുന്നു വന്നിരുന്നത്. പക്ഷേ എന്നാലും ഇവിടെ പ്രവർത്തിച്ചിരുന്ന സംഘത്തിൻ്റെ ഔദ്യോഗിക ഭാഗമായിട്ടാണ് ഇവിടുത്തെ ആളുകൾ അന്ന് ആത്മീയ പ്രവർത്തനം നടത്തിയിരുന്നത്. അന്ന് 25-ാം നമ്പർ ശാഖയായിരുന്നു. 52-ലാണ് പിന്നെ ഭഗവാന്റെ സമാധിക്ക് ശേഷം 2 വർഷത്തിന് ശേഷം ആണ് ഇവിടെ അമ്മച്ചിയുടെ നിർദ്ദേശം, അമരണ്ണമ്മച്ചിയുടെ നിർദ്ദേശാനുസരണം ഇവിടെ ശാഖാപ്രവർത്തനം ആരംഭിക്കുകയും അന്ന് പിന്നെ 25-ാം നമ്പർ ശാഖയായിട്ട് രജിസ്റ്റർ ചെയ്യപ്പെടുകയും ചെയ്തു. അന്നത്തെ ആദ്യത്തെ പ്രസിഡൻറ്റ് അച്ഛൻ കരിവേൽ കൊച്ചുരാമനും പിന്നെ സെക്രട്ടറി കുഞ്ഞാമൻ ആയിരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ആനന്ദജി ആയിട്ട് പണ്ട് ഹരിസമാജത്തിൽ പോയി. അങ്ങനെയൊക്കെയുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ്